ചുമരുവച്ച മേട ഇളമ്പൂ സത്യശീല എടാ ഒന്ന് ഇറങ്ങണോ ഇങ്ങോട്ട്? ഒരുപാട് നേരമല്ല ഇറങ്ങി കേറിയിട്ട്, ഒന്ന് ഇറങ്ങണം ഇങ്ങോട്ട്. ഒരു സ്വൈരം തരില്ലല്ലോ. ഓ ഇറങ്ങിയ സന്തോഷം. ഓ എന്താ ഇത്ര വലിയ സന്തോഷം? കുളിക്കാൻ പോണേന്റെ ആവും. കുളിക്കാൻ പോണേന്റെ അല്ല, അതിനകത്തുനിന്ന് നിന്റെ വളിച്ച പാട്ടുണ്ടല്ലോ, അത് കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എടാ സത്യശീല, ഇവിടെ മാറാ നീ. എന്താ ഇവിടെ വരാൻ? എടാ കുളിക്കാൻ വെള്ളം ഇവിടെ. വെള്ളം പൈപ്പില് തൊട്ട അതിനകത്ത് വെള്ളം ഇല്ല. ഞാനിപ്പൊ കുളിച്ചിറങ്ങിയതല്ലേ. നീ 1 മണിക്കൂറായില്ല അതിനകത്ത് കേറിയിട്ട്, പിന്നെ എവിടെ വെള്ളം ഉണ്ടാകാനാണ്? അച്ഛാ ഇത് പിന്നെ ആ ചന്ദ്രചൂടന്റെ പണിയാവും. ശരിയായിരിക്കും, അവൻ വെള്ളം അടിച്ച് മുകളിലോട്ട് കയറ്റണ്ടാവും. നീ ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെല്ല്. ചന്ദ്രചൂടിന്റെ അടുത്തേക്കോ? അല്ലെന്ന് വാട്ടർ അതോറിറ്റിയിലേക്ക്. വാട്ടർ അതോറിറ്റിയിലേക്ക് ഞാൻ പോവില്ല. അതെന്താ? ഞാൻ പോവില്ല. അതിന് കണക്ഷൻ കട പേരിലല്ലേ? എടാ കണക്ഷൻ എന്റെ പേരിലാണ്. ഈ കുളിക്കണത് നീയല്ലേ 1 മണിക്കൂർ ദിവസവും. അപ്പൊ നിങ്ങളുടെ മകനല്ലേ ഞാന്? എടാ മകനാണെങ്കിൽ നീ തന്നെയല്ലേ ഇത്ര അടങ്ങി കുളിക്കണത്. ഇനിയിപ്പൊ അവിടെ പോയ വെള്ളത്തിന്റെ പ്രശ്നം മാറുമോ? എല്ലാ വെള്ളത്തിന്റെ പ്രശ്നം മാറാനല്ലേ വാട്ടർ അതോറിറ്റി. നീ അന്ന് അങ്ങോട്ട് ചെല്ലി. ഇന്നത്തെ ദിവസം കുന്തായി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെ തല്ലുന്നത് ശരിയല്ല കേട്ടോ. ഞാനൊന്നും ശരിയല്ലാത്തോണ്ടോ ഇങ്ങനെയൊക്കെ തല്ലേണ്ടി വരുന്നത്? എനിക്കറിയാവോടോ, എന്റെ ഭാര്യക്ക് വെള്ളം ഉപയോഗിക്കാൻ കിട്ടാ വട്ടായി. ചേട്ടാ അതിന് ഞാനാണോ കാരണക്കാരൻ? എന്റെ ഭാര്യ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ടാങ്കർ വന്നെ ഒച്ചപ്പെടാം. അതിന് മോശം എന്റെ ഭാര്യയുടെ സ്വഭാവം. നിങ്ങൾക്കുള്ള വെള്ളം എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ഞങ്ങളപ്പൊ എന്ത് ചെയ്യണോടോ? നിങ്ങളൊന്നും ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളത്. എന്താ ഇവിടെ പ്രശ്നം? എന്റെ കോയ സാറേ ഞാൻ പറയാം. താൻ പറയണ്ട, നിങ്ങൾ പറയും. എന്താ ഇവിടെ പ്രശ്നം? സാറേ എനിക്ക് വാട്ടർ കണക്ഷൻ തരാതെ പറയും. ഇയാൾ അതിനോട് കൈക്കൂലി വാങ്ങിച്ചിട്ട് 2-3 മാസമായി ഇതുവരെ കിട്ടിയില്ല കണക്ഷൻ. ഇത്ര നിസ്സാര പ്രശ്നത്തിന് ഞങ്ങൾ ഒരാളിട്ട് തല്ലണത്? സാറേ വെള്ളം കുടിക്കാൻ കിട്ടാത്ത അത്ര നിസ്സാര പ്രശ്നമാണോ? അതായത് 5 ദിവസം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തേക്ക് വെള്ളം എത്തും. ഞാൻ പറഞ്ഞില്ലേ 5 ദിവസം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തേക്ക് വെള്ളം എത്തും. ഇനി അഥവാ വാട്ടർ കണക്ഷൻ അവിടെ തന്നില്ലെങ്കിൽ നിങ്ങൾ നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങിക്കോളെ. വാടാ. എന്റെ സാറേ ചില്ലറ തന്നു പറഞ്ഞ ഇങ്ങനെ ഒരു ഇടിയുണ്ടോ? സാർ എന്ത് വർത്താനം ഈ പറയണേ? ഈ ഇല്ലാത്ത വെള്ളം നമ്മൾ എവിടുന്ന് കൊടുക്കാനാ? അതിനൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? തൽക്കാലത്തേക്ക് ഈ ഇല്ലീഗൽ കണക്ഷൻസ് ഒക്കെ ഒന്ന് അങ്ങോട്ട് കട്ട് ചെയ്യണം. അയ്യോ എന്റെ സാറേ, അപ്പൊ നമ്മുടെ വട്ട ചെലവൊക്കെ എങ്ങനെ നടക്കും? എന്റെ സാർമാരത് ഒരാഴ്ചത്തേക്ക് മതി. അത് കഴിഞ്ഞാ പിന്നെ വീണ്ടും അതേമാതിരി. ഞാനേ ഞാൻ ഇനിയിപ്പോ ഓഫീസിൽ ഇരിക്കാൻ ഉണ്ടാവൂല. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാൾക്ക് വെള്ളം കൊടുക്കാണ്ട്. നമ്മുടെ വകയിൽ ഒരു വയസ്സായ ഒരാളാണ് വെള്ളം തൊട്ട് കൊടുത്ത് കിടക്കുക. അപ്പൊ ഒന്ന് പോയി മൂപ്പരെ ഒന്ന് കണ്ടിട്ട് വരണം. അപ്പൊ ഞാൻ പോയിട്ട് വരാം. കോയ സാറായിരുന്നു ആകെ ഒരു ആശ്വാസം. സർ നമസ്കാരം. നമസ്കാരം. എനിക്ക് ഒരു പരാതിയുണ്ട്. പറഞ്ഞോളൂ. എന്റെ പേര് സത്യശീലൻ. അതാണോ പരാതി? ആ പരാതി ഇവിടെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അച്ഛനോട് പോയി പറയണം. അതല്ല പരാതി. പിന്നെ എന്താ പരാതി? പറയൂ. പേര് സത്യശീലൻ, പക്ഷെ എന്റെ വീട് വട്ടത്തോടിനടുത്താണ്. വട്ടത്തോടാണോ തോടാണോ ഇനിയിപ്പോ തോടിനടുത്തുള്ള വീടാണോ? എന്താ പരാതി? അത് സാറേ, എന്റെ വീടിന്റെ മുകളിൽ ചന്ദ്രചൂടൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. കള്ളനൊന്നുമല്ല, അയാൾ ഞങ്ങളുടെ വെള്ളം അനധികൃതമായിട്ട് എടുത്ത് ഉപയോഗിക്കണം. അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് തരണം. ബന്ധുവാണോ? ബന്ധുവൊന്നല്ലാന്ന്. എന്നാ പിന്നെ ഇയാൾ അയാൾക്ക് കാശ് കൊടുക്കണ്ടാവും. ഞാൻ പൈസ കൊടുക്കാനൊന്നുമില്ല. പിന്നെന്തിനാ അയാൾ നിങ്ങളുടെ വെള്ളം ഊറ്റി കുടിക്കണേ? അയാള് എന്റെ വാടകക്കാരനാണ്. വാടകക്കാരനല്ലേ? ഇറക്കി വിടറോ ഇങ്ങനത്തെ? ഇറക്കി വിടാൻ പറ്റില്ല സാറേ, അതിപ്പോ കേസിൽ കിടക്കാണ്. അയാളിപ്പോ വീടൊക്കെ കയ്യേറിയിട്ടേ ഇനിയിപ്പോ അതിനൊരു തീരുമാനമായില്ലെങ്കിൽ ഇപ്പൊ ഒന്നും മാർഗില്ല. കൊല്ലം കുറെ താമസിക്കാൻ വേണ്ടിയിട്ടില്ലേ? ഇതിനൊക്കെ വർഷ എഗ്രിമെന്റ് എഴുതണോടോ, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും. അതെ അതെ. ഇനിയിപ്പോ പ്രശ്നമില്ല, നമുക്ക് സംഭവം പരിഹരിക്കാം. പക്ഷെ കല്ലുമുള്ളു നിറഞ്ഞ വഴിയാണ്, അതാ പ്രശ്നം. അതൊന്നും എനിക്ക് പ്രശ്നമില്ല സാറേ. പ്രശ്നമല്ല? അല്ല. എന്നൊരു 100 രൂപ എടുത്ത്. 100 രൂപ എന്തിനാണ്? ഞാൻ പറഞ്ഞല്ലോ വഴി കല്ലുമുള്ളു നിറഞ്ഞാണെന്ന്. നമുക്ക് കല്ലെടുത്ത് മാറ്റണ്ടേ? എടുത്തു മാറ്റാൻ സ്ട്രൈറ്റ് പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ ഒരു സാറെ കാണാം. അദ്ദേഹം ശരിയാക്കി തരും. പുലിയാണ്, പുലി. അതല്ലേ? ഞാൻ പറഞ്ഞ പ്യൂണ. ഇത് നേരെ പോയിട്ട് ലെഫ്റ്റ്.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാഡം ഒരു സംശയം. മാഡം ആണോ സാറാണോ? എന്താ അല്ല സാറാണോ മാഡം ആണോ? താനെന്താ ആളെ കളിയാക്കാൻ വന്നിരിക്കാ? എന്നെ കണ്ടിട്ട് ആണാൻ തോന്നുന്നുണ്ടോ? അല്ല ഇല്ല, ഇന്നത്തെ കാലത്ത് ഇപ്പോ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എന്നങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന്. ചെരിപ്പൂരി ഒരെണ്ണം കുറഞ്ഞത് കിട്ടുമ്പോഴേ താൻ തിരിച്ചറിയും. അല്ല ഞാൻ എന്താ അറിയോ, ആ പ്യൂൺ സാർ പറഞ്ഞു ഇടതുവശത്തുള്ള സാറിനെ വന്ന് കണ്ടാൽ മതിയെന്ന്. അപ്പൊ ഞാനിവിടെ വന്ന് നോക്കുമ്പോ ബോർഡ് ഇങ്ങനെ ഇപ്പൊ മാഡം അവിടെ ഇരിക്കുന്നത് കണ്ടു, അങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയി പോയതാണ്. അതാണോ? ഇരിക്കും. ആ താങ്ക് യു. കോയ സാറ് പുറത്തു പോയിരിക്കാം, ഉച്ച കഴിഞ്ഞാ വരും. ആ ഞാൻ ഊഹിച്ചു, അല്ലാതെ മാഡത്തെ പോലെ ഒരു മാഡം കോയ സാറിന്റെ കസേരയിൽ ഇങ്ങനെ. അല്ല നിങ്ങളെ വന്ന കാര്യം പറയും. ആ അത് പറയാം. മാഡം എന്റെ വീടിന്റെ മുകളിൽ ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ഒരാൾ താമസിക്കുന്നുണ്ട്. അയാൾ ഞങ്ങളുടെ വെള്ളം കട്ട് ഉപയോഗിക്കുകയാണ് മാഡം. അച്ഛൻ കുളിച്ചിട്ട് തന്നെ ഒരാഴ്ചയായി. തന്റെ അച്ഛൻ കുളിക്കാതെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അങ്ങനെയല്ലാന്നേ, അയാളുടെ ഇല്ലീഗൽ കണക്ഷൻ ആണ്, അത് കട്ട് ചെയ്തു തരണം. അയ്യോ അത് ഇപ്പൊ പറ്റില്ല, കോയ സാർ അതിന്റെ ആള്. സാർ വരട്ടെ. അയ്യോ അപ്പൊ ഇപ്പൊ മാഡം ആണല്ലോ ഇപ്പൊ കോയ സാറ്. തനിക്ക് കാര്യം നടക്കണമെങ്കിൽ കോയ സാർ ഉള്ളപ്പോ വാ. ആ ദേ ഈ ഫോം ഫില്ല് ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ എഴുതി ഉച്ച കഴിഞ്ഞ് വന്നാ മതി. അല്ല മാഡം, ഇത് കോയ സാറിന്റെ സീറ്റ് ആണല്ലോ. അതെ. അപ്പൊ കോയ സാർ ചെയ്യേണ്ട ജോലിയൊക്കെ മാഡം അല്ലേ ചെയ്യുന്നത് ഇപ്പോ? തനിക്ക് കാര്യം നടക്കണമെങ്കിൽ കോയ സാർ ഉള്ളപ്പോ വരണം. ആ അപ്പൊ കോയ സാറിന്റെ അപ്പൊ കോയ സാറ് വരണോ ഇനി? ചെരുപ്പ് ഊരണോ ഞാൻ? ഇവിടെ ഈ ഹലാക്ക് കിടക്കണം എന്തൊക്കെ എഴുതി വെച്ചേക്കാം. ഓക്കെ കറക്റ്റ്. എന്ത് കറക്റ്റ്? ഇല്ല ഞാൻ വേറൊരു കാര്യം ഓർത്തത്. വേറെ വേറൊരു കാര്യം ഓർത്തതാണ്. നേരത്തെ ഇവിടെ വന്നു ഇപ്പൊ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ എഴുതിയതാണ്. ഒരു പര അവിടെ കുത്തിയിരിക്കും. ഇതെങ്ങനെ പിടിക്കത്? അത് നേരെ തന്നെ തന്നത്. അതൊന്ന് വായിക്കി വായിച്ചോട്. ഡിയർ സർ, ഐ ആം സത്യശീലൻ സുമേഷ്. അറിയോ? Son of Sumesh Sundaran. I have a complaint. Chandrachudan is taking water from our connection illegally. Please cut this connection. Thanking you, Satyashilan. ആ അത് ശരി. അപ്പൊ എന്നാ ഈ വന്ന കാര്യം എന്താന്ന് പറയും? അല്ല അതന്നെയാണിത്. അതന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിലെ അപേക്ഷയിൽ എഴുതിയത് അതന്നെയാണ്. എന്താ പ്രശ്നം എന്താ ഇപ്പോ? അല്ല സാറേ അതന്നെയാണിത്. ഏത് എന്താ കാര്യം പറയുന്നേ? എന്റെ വീടിന്റെ മുകളിലേ ചന്ദ്രചൂഡ് എന്ന് പറഞ്ഞ ഒരാള് താമസിക്കുന്നുണ്ട്. അപ്പൊ മൂപ്പരെന്താ വെച്ചാൽ ഞങ്ങളുടെ ഈ വെള്ളം മുഴുവൻ അനധികൃതമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് തരണം സാറ്. ഞാനൊക്കെ ഇപ്പൊ കുളിക്കാൻ വേണ്ടി രാവിലെ കുളിക്കാൻ കയറും, അപ്പൊ വെള്ളം ഉണ്ടാവും. അത് കഴിഞ്ഞ് അച്ഛൻ കുളിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് തോർത്തും സോപ്പ് എണ്ണയൊക്കെ തേച്ചിട്ട് അച്ഛൻ കുളിക്കാൻ വരും. ആ സമയത്ത് വെള്ളം ഉണ്ടാവില്ല. അപ്പൊ എന്താ സംഭവിച്ചാല് മൂപ്പര് അച്ഛൻ കുളിക്കാൻ കയറുന്ന സമയം നോക്കിയിട്ട് ഈ മോട്ടറിലെ വെള്ളം മൂപ്പരുടെ ടാങ്കിന്റെ മുകളിലേക്ക് അടിച്ചു കയറ്റാണ്. അത് ശരി. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാൻ അച്ഛപ്പ കുളിച്ചിട്ട് 2 ആഴ്ചയായിട്ടുണ്ടാവും. അതുകൊണ്ട് അയാളുടെ ആ ഇല്ലീഗൽ കണക്ഷൻ കട്ട് ചെയ്ത് തരണം സാറേ. അച്ഛന് കുളിക്കാൻ പറ്റില്ല. അതെ അല്ലേ? അവിടെ പോയ എന്തെങ്കിലും അടുത്ത് എവിടെയും അല്ല മൂപ്പരെ ഇപ്പൊ അവിടുന്ന് ഇറക്കി പറഞ്ഞേക്കാണ്ട് ഇപ്പൊ നിവൃത്തിയില്ല. ഇത് കട്ട് ചെയ്യണം. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത്. ഉടൻ അടി നടപടി എടുക്കണോ? അതെ സാറേ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പോയിട്ട് അടുത്ത മാസം വാ. അടുത്ത മാസോ? പിന്നെ ഇപ്പൊ അതിലും എളുപ്പത്തില് കട്ട് ചെയ്യാൻ മാർഗമൊക്കെ ഉണ്ട്. അത് മതി സാറേ, എനിക്ക് അതാ വേണ്ടത്. അത് പക്ഷെ ഒരു 10,000-2,000 രൂപ ചെലവ് വരും. 2,000 രൂപയോ വരും? അതെന്തിനാണ്? അല്ല അതിപ്പോ അതിന്റെ ഒരു നടപടിക്രമങ്ങൾ അങ്ങനെയാണല്ലോ ഇവിടെ. അത് വേണ്ട സാർ, അത് നടത്താനാണ്. അത് വേണ്ട. അതെന്താ അറിയോ, അത്രയും പൈസ തരാൻ എന്റെ കയ്യിലില്ല. ഇതിപ്പോ ഈ മറ്റേ ക്രമപ്രകാരമുള്ള അതിന്റെ നമ്പർ വരുമ്പോ അപ്പൊ എനിക്ക് കട്ട് ചെയ്ത് തന്നാ മതി. അപ്പൊ നിങ്ങളുടെ ക്രമപ്രകാരം എന്ന് പറയുമ്പോ ഏകദേശം ഒരു നവംബറൊക്കെ ആവും. അത് കുഴപ്പമില്ല. കുഴപ്പമില്ല, അങ്ങനെ ആയിക്കോട്ടെ. അല്ല അതിനിപ്പോ 6 മാസം കഴിയണ്ടേ? 6 മാസം കഴിയണോ? അപ്പൊ അതുവരെ അച്ഛൻ കുളിക്കൂല. അപ്പൊ ഞാൻ എന്തായത് നിങ്ങൾക്ക് എളുപ്പ വഴി ഒന്നും വേണ്ടെന്ന് വെച്ചപ്പോ എന്താ ചെയ്യാൻ പറ്റാ? അപ്പൊ എന്നാ പിന്നെ സാറേ നമുക്കൊരു കാര്യം ചെയ്യാം. എന്നാ പറയ്, കാര്യം ചെയ്യാ. അതായത് ഞാൻ ഈ കാര്യം അച്ഛനായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ. നിങ്ങളുടെ ഈ കുളിക്കാത്ത അച്ഛനായിട്ട്? അല്ല അച്ഛനോട് ഇപ്പൊ അഭിപ്രായം ചോദിക്കണല്ലോ. അത് ചോദിക്കണോ? നല്ല അഭിപ്രായമായിരിക്കും. ചോദിച്ചിട്ട് വന്നാൽ മതി. എന്നാ പിന്നെ ശരി, ആയിക്കോട്ടെ. സാറേ
നമസ്കാരം. നമസ്കാരം. എന്റെ പേര് സത്യശീലൻ. ഞാനൊരു പരാതിയായിട്ട് വന്നതായിരുന്നു സാർ. അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വിസ്തരിച്ച് പറയും. എന്റെ പ്രശ്നം വെള്ളമാണ്. ഇവിടെ വരുന്ന എല്ലാവരുടെ പ്രശ്നവും വെള്ളമാണല്ലോ. ഇതെന്ത് ഈ ആൾക്കാർക്ക് ഇങ്ങനെ? സാർ, എന്റെ മുകളിൽ ചന്ദ്രചൂടൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. നിങ്ങളുടെ ചേട്ടനായിരിക്കും അല്ലേ? ചേട്ടനല്ല സാർ, വാടകയ്ക്ക് താമസിക്കുന്ന ഒരാൾ എന്റെ വീടിന്റെ മുകളിൽ. ഓ അങ്ങനെ. അപ്പൊ അയാൾ ഞങ്ങളുടെ വെള്ളം അനധികൃതമായിട്ട് ഉപയോഗിക്കുകയാണ്. അയാളുടെ കണക്ഷൻ ഇല്ലീഗലാണ് സാർ. ദയവ് ചെയ്ത് സാറ് ഒന്ന് കട്ട് ചെയ്ത് തരണം. അയാൾ ഇപ്പൊ എന്റെ വെള്ളം കൂടി മുട്ടിച്ചോണ്ടിരിക്കുകയാണ്. കുടിക്ക്. അപ്പൊ സംഗതി സീരിയസാ. പരാതി കൊടുത്തായിരുന്നു? പരാതി കൊടുത്തിരുന്നു സാറേ. ലോലിത ഒന്ന് വന്നിട്ട് പോയേ. ലോലിത, ഇദ്ദേഹം നമുക്ക് വേണ്ടപ്പെട്ട ഒരു കസ്റ്റമറാണ്. നമസ്കാരം, സത്യശീലൻ. ഇദ്ദേഹത്തിന്റെ ലീഗലായിട്ടുള്ള കണക്ഷൻ വെട്ടിച്ച് ആരോ ഇല്ലീഗലായിട്ട് വെള്ളം എടുക്കുന്നു എന്നാ പരാതി. അപ്പൊ ഇദ്ദേഹത്തിന് വേണ്ട എന്താന്ന് വെച്ചാൽ എല്ലാ സഹായം ചെയ്തു കൊടുക്കണം. അത് കട്ട് ചെയ്യാണ്, കണക്ഷൻ കട്ട് ചെയ്ത് തരണം. അത് ചെയ്തു തരാം, അതാണല്ലോ ഞാൻ പറഞ്ഞേ. സത്യസന്ധമായിട്ടുള്ള കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാം. ആരാണ് കള്ള കണക്ഷൻ എടുത്ത വൃത്തികെട്ടവൻ? സാർ, ആ ബസ് സ്റ്റാൻഡിന്റെ അവിടെ ആ വടക്കേ മൂലയിൽ ഇരുന്ന് ചെരുപ്പ് തിന്നുന്നുണ്ട് ഒരാള്, ചന്ദ്രചൂടൻ. അവനാണ് ആള്. അയ്യോ അയ്യോ, അങ്ങനെ ഭയങ്കര പ്രശസ്തനല്ലേ? ഓ, പ്രശസ്തനൊക്കെ തന്നെ, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അയാളുടെ കടയുടെ തൊട്ടടുത്തല്ലേ ഒരു സ്വാമിയുടെ പലഹാര കട ഉള്ളേ? ആ അല്ലേ? അതെ അതെ. അയാള് വീട്ടിൽ ഇല്ലാത്ത സമയത്ത് വേണം നമുക്ക് പോയി കണക്ഷൻ കട്ട് ചെയ്യാൻ. അപ്പോ ഞാൻ തന്റെ വീട്ടിൽ വരാം. താൻ അയാളുടെ കടയിൽ പോയിട്ട് അയാൾ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് താൻ സ്വാമിയുടെ കടയിലോട്ട് പോണം. ശരി. സ്വാമിയുടെ കടയിലോട്ട് പോയിട്ട് 2 കിലോ അണ്ടിപ്പരിപ്പും 2 കിലോ ബദാം പരിപ്പും 2 കിലോ ഈത്തപ്പഴവും കുറച്ച് ജിലേബി വാങ്ങിച്ച് താൻ തന്റെ വീട്ടിൽ പോണം. താൻ തന്റെ വീട്ടിൽ പോണം. പക്ഷെ ഞാനേ മസാലദോശ മാത്രമേ കഴിക്കുള്ളൂ. ഞാൻ വാങ്ങിച്ചു കഴിച്ചോ? ഇത് തനിക്കല്ല, ദേവനാണ്. ദേവനോ? എടോ, അതിഥി ദേവോ ഭവ. ഞാൻ തന്റെ വീട്ടിൽ അതിഥിയായിട്ട് വന്നിരിക്കുകയല്ലേ? അതെ അതെ. അപ്പൊ അത് അതിഥിക്കാണ്. അത് ഞാൻ ഓർത്തില്ല. അത് വാങ്ങിക്കാം. എന്നാ ചന്ദ്രചൂടന്റെ കണക്ഷൻ കട്ട് ചെയ്യുന്ന കാര്യം ഞാൻ ആയിക്കോട്ടെ. ഏറ്റ്. അല്ല സാറേ, ഇനിയിപ്പോ ഈ 2 കിലോ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ജിലേബി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ 100 മിച്ചർ വാങ്ങിയാൽ മതിയോ? അതവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാനത് വാങ്ങും. ഏത്? അല്ല, 100 മിച്ചർ വാങ്ങി വെക്കാം. മറ്റേതവിടെ ഉണ്ട്. നോക്കട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഓ ശരി. അതവിടെ ഉണ്ട്, ഞാൻ കണ്ടതാണ്. എടോ, ഈ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങൾ ആദ്യം ഈ ചന്ദ്രചൂടൻ എന്ന് പറഞ്ഞ ആൾക്കൊരു കത്തയക്കും. എന്നിട്ട് അയാൾ സ്വയം കട്ട് ചെയ്യണ്ടോ നോക്കും. അയാൾ കട്ട് ചെയ്യില്ല സാർ, അയാൾ കട്ട് ചെയ്യില്ല. തീയില്ലാച്ച വേണ്ട, രണ്ടാമത് ഞങ്ങളൊരു കത്തയക്കും. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടുന്ന് ചെന്ന് നോക്കും. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കായും മേടിച്ചിട്ട് പോയി. അപ്പൊ നിങ്ങൾ കട്ട് ചെയ്യില്ലേ? കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വുള്ള കണക്ഷൻ വെച്ചാൽ കട്ട് ചെയ്യാൻ എളുപ്പമാണ്. ദിജാതി കണക്ഷൻ ആകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ കട്ട് ചെയ്യാൻ പറ്റും. അതൊരു 10-4,000 ഉറുപ്പ്യ ചെലവ് വരും. 4,000 ഉറുപ്പ്യോ? സാറെ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ 2,000 ഉറുപ്പ്യ എന്നാണ് പറഞ്ഞത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വരുമ്പോ ഉള്ളിക്ക് 28 ഉറുപ്പ്യ വില ഉള്ളോ? ഇന്നിപ്പോ അത് 92ആയി. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന ഇനി സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുക. വേണ്ട സാറേ, വേണ്ട. ഞാൻ 4,000 തരാം. പക്ഷെ എന്റെ പ്രശ്നം നിങ്ങൾ ഏൽക്കണം. അത് ഞാൻ കേൾക്കൂ. ഇനി നിങ്ങൾ ഏറ്റില്ല കണ്ടല്ലോ, ഞാൻ എല്ലാരും വന്ന് കൊല്ലും. അല്ല പറയാ, തമാശ പറയാ, പൈസ കുറെ കൊടുക്കണോ? തമാശക്ക് പറഞ്ഞു. ഒരു രക്ഷയില്ല സത്യശീല. അയാളുടെ കണക്ഷൻ കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മാഡം, എന്താ കട്ട് ചെയ്യാൻ പറ്റാത്തത്? എടോ, അയാൾ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. താനും തന്റെ അച്ഛനും.
തന്റെ അച്ഛൻ ഇപ്പോഴും ജീവനോടുണ്ടോ? ആ അച്ഛൻ ഇപ്പോഴും ഉണ്ട്. ആ എന്നാ താൻ തന്റെ അച്ഛനെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയാ ഈ കളിയൊക്കെ കളിക്കുന്നെന്ന് അങ്ങേര് പറഞ്ഞിരിക്കുന്നേ. ആ അങ്ങനെ പറയുന്നത് നോക്കിയാലേ ഞാനും എന്റെ അച്ഛനും കൂടി ഇപ്പൊ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും കണക്കിന് പോയാലേ. എങ്കിൽ പിന്നെ അതായിരിക്കും എളുപ്പം. മാഡം 4000 രൂപ ഞാൻ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. എവിടെ കോയ സാറ്? സാറ് ലീവിലാണ്. അതെ 4000 രൂപ ഞാൻ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒക്കെ പറഞ്ഞേ. 4000 രൂപ ഞാൻ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. തിരിക്കൂടെ ഒക്കെ പറഞ്ഞേ. അതെ നിങ്ങൾക്കൊന്നും പേടിയില്ലേ? ഉണ്ട്. എന്ത്? സത്യശീലിന്റെ കാര്യം കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര പേടിയാ. എന്റെ കാര്യം ഓർത്തിട്ട് എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? എടാ സത്യശീല, കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല കൊടുക്കുന്നതും കുറ്റകരമാണ്. ഇതൊക്കെ തെറ്റാണ് മാഡം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താ സാറേ മുഖത്തൊരു നിരാശ? കാര്യമൊന്നും നടന്നില്ലേ? ഓ എന്ത് പറയാനാ, നിങ്ങളുടെ ആ കോയ സാർ എന്റെ 4000 രൂപ കൈക്കൂലിയും വാങ്ങിയിട്ട് മുങ്ങി. ഇപ്പൊ പൈസ കൊടുത്താൽ ഞാൻ കുറ്റക്കാരനാണ് എല്ലാരും പറയണത്. അല്ല അത് കുഴപ്പമില്ല, അതിനൊരു വഴിയുണ്ട്. ഒരു താങ്ക് യു പറഞ്ഞാൽ മതി. ആ എന്നാ താങ്ക് യു. അങ്ങനെ വായോണ്ട് താങ്ക് യു പറയാനല്ല, എന്നാ താങ്ക് യു. ഇങ്ങനെയല്ല, ആ കയ്യിന്റെ അകത്ത് താങ്ക് യു താങ്ക് യു. അതാണ്, നീ 100 ഉറുപ്പിയുടെ ആളാണല്ലോ. അതെ എങ്ങനെയെങ്കിലും ഇത് ഒന്ന് ശരിയാക്കി. ഇങ്ങനെ അല്ല, അത് വേറൊന്നുണ്ടല്ലേ. സാറ് വെറുതെ താങ്ക് യു പറഞ്ഞാൽ അത് എനിക്കൊരു വിഷമാവും. ഓ ഭയങ്കര വിഷമാവും. സാറ് മുഖാന്തരം എനിക്കൊരു വിഷമം ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോ സാറിന് അതൊരു വിഷമാവും. അപ്പൊ സാറിന് വിഷമില്ലാണ്ടിരിക്കാനാ, അല്ലാതെ അതിപ്പോ ആരെ കാണാന്നൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല ഞാൻ അന്ന് പറഞ്ഞില്ലേ കോയ സാറെ കാണും. കണ്ടൊരു കാര്യമില്ല, അയാള് പുലിയ. മന്മഥൻ സാറെ കണ്ടാ മതി, കാര്യം നടക്കും. അയാള് സിംഹം. വഴിയൊക്കെ അറിയാലോ. അല്ല ലെഫ്റ്റ് അല്ല റൈറ്റ്. ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും. എന്നാ സാറ് പോയിട്ട് വരും, ഞാൻ അവിടെ നിൽക്കാം. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ സത്യശീല, ഇത്രയ്ക്ക് ആലോചിക്കാൻ എന്തിരിക്കുന്നത്? നിങ്ങൾ ധൈര്യമായിട്ട് കണക്ഷൻ കട്ട് ചെയ്യേ. നിങ്ങൾ കണക്ഷൻ കട്ട് ചെയ്യുമ്പോൾ ആ ചന്ദ്രചൂടൻ ഇവിടെ വന്ന് പുതിയ കണക്ഷൻ എടുക്കും. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് വെള്ളം കട്ടെടുത്തൂടെ? എന്താ സാറേ ഈ പറയണത്? വേറൊരാളുടെ കണക്ഷൻ വെള്ളം എടുക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? ഇത്രയും കാലം അയാൾ ചെയ്തോണ്ടിരുന്ന അതല്ലേ? അത് തന്നെ ഞാനും ഇങ്ങനെ ചെയ്യുന്നു സാറേ, മോശമല്ലേ? അയ്യേ എന്റെ സത്യശീല, നിങ്ങൾ കാത്തിരുന്ന ചിലപ്പോ ചന്ദ്രചൂടൻ വെള്ളം കട്ടെടുക്കൽ നിർത്തിയെന്നിരിക്കാം, ചിലപ്പോ നിർത്തിയില്ലാന്നും വരാം. അങ്ങനെ നിർത്താതിരുന്നാൽ നിങ്ങൾ തമ്മിൽ തല്ലാവും, വാക്കേറ്റമാകും. നിങ്ങൾ അടികൊണ്ട് അയാൾ നിലത്ത് വീണ് മരിച്ചെന്നിരിക്കാം, ചിലപ്പോൾ മരിച്ചില്ല എന്നിരിക്കാം. അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇനി അഥവാ മരിച്ചാൽ നിങ്ങൾ ജീവപര്യന്തം ജയിലിൽ കിടക്കേണ്ടി വരും. അതിലും ഭേദമല്ലേ ഇച്ചിരി വെള്ളം കട്ടെടുത്ത് 1-2 വർഷം ജയിലിൽ കിടക്കുന്നത്? ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ കണക്ഷൻ കട്ട് ചെയ്യാൻ പോവാ സാർ. അയാൾ വെള്ളം എടുക്കുന്നത് കാണാലോ. വെരി ഗുഡ്. എന്നാത്താ എന്ത് 2000 രൂപ? അതിനാണ് ഈ ബുദ്ധി പറഞ്ഞതിനുള്ള താങ്ക് യു. ആ കൈക്കൂലിയാണെങ്കിൽ ഞാൻ തരില്ല. താങ്ക് യു. ശരി താങ്ക് യു ആയതുകൊണ്ട് തരാം. 2000 രൂപ. ശരി അപ്പൊ താങ്ക് യു. സാറ് സമാധാനം ഒന്നും പറഞ്ഞില്ല. സാറേ 5 പ്രാവശ്യമായി സാർ എന്റെ വീട്ടിൽ വന്ന് കണക്ഷൻ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം തിന്ന് കയറ്റിയിട്ട്. സാറേ ഇത് ശരിയാണോ? ആണോ? ശരിയല്ല, തന്റെ മനസ്സ് ശരിയല്ല. എടോ 2.5 കിലോ ഈത്തപ്പഴം വെച്ച് ഞാൻ കഴിച്ചിട്ടും എനിക്ക് എന്റെ നിറം തിരിച്ചു കിട്ടിയിട്ടില്ല, അറിയൂ? അതിന് വേറൊരു രഹസ്യമുണ്ട്. എന്തത്? അത് തിന്നുന്ന ആളിന്റെ മനസ്സും കൂടെ നന്നായിരിക്കണം. തന്റെ ഫയല് കോയ സാറിന്റെ കയ്യിലുണ്ട്, പോയി വാങ്ങിച്ചോ. അത് സാറേ കോയ സാറിനെ ഞാൻ മുമ്പ് പോയി കണ്ടതാണ്. കണ്ടായിരുന്നു? എന്നാ ഒന്നുകൂടെ പോയി കണ്ടു നോക്കേ. അതെ സാറേ, ഈ ഈന്തപ്പഴം ഇങ്ങനെ വെട്ടി വിഴുങ്ങരുത് കേട്ടോ. ഇങ്ങനെ തിന്നോണ്ടിരുന്ന ഇനി ആള് കറുത്തു പോകും, ഒന്നും കാണില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അണ്ടിപ്പരിപ്പ് കഴിച്ചോളാം. അതെ സാറേ, ഈ അണ്ടിപ്പരിപ്പിനേക്കാൾ നല്ലത് ഈന്തപ്പഴം തന്നെയാണ് കേട്ടോ. എന്തൊരു കഷ്ടമാണ്. എന്താ ഈ പറയേതത് റൂട്ട്? സാറേ ഇത് കുണ്ടന്നൂർ ആ പാലത്തിന് ഇപ്പുറമുള്ള പൈപ്പ് പൊട്ടി. എന്തോന്ന്? കുണ്ടന്നൂര് പൈപ്പ് അത് പൊട്ടും. കുണ്ടന്നൂര് പൈപ്പ് പൊട്ടാണ്ടിരിക്കുക അവിടുന്ന്. ഞാൻ അന്ന് പറഞ്ഞാണ് ഈ പൈപ്പ് മാറ്റുന്നത്. 150 വർഷം പഴക്കമുള്ള പൈപ്പാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പൈപ്പാണ്. പിന്നെ അല്ലേ അത്? സാറേ അതല്ല പൊട്ടിയത്, പിന്നെ നമ്മളിട്ട പൈപ്പാ പൊട്ടിയത്. ഏത് 6 മാസം മുമ്പ് അതാ പൊട്ടിയത്. ബ്രിട്ടീഷുകാരുടെ പൈപ്പിന് ഒരു കുഴപ്പമില്ല. അതിന് കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. ഇത് പൊട്ടി. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ വാട്ടർ അതോറിറ്റി ഇതൊക്കെ ബ്രിട്ടീഷുകാരെ ഏൽപ്പിക്കാൻ നല്ല കിട്ടാം. നമ്മൾ ചെയ്ത് നല്ല ബുദ്ധിയാവായിരിക്കും. നമ്മൾ ചെയ്ത ശരിയാവണില്ല, എല്ലായിടത്തും പൊട്ടത്. അതാ ഈ പറഞ്ഞ
നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞത് പ്രകാരം ഞാൻ എന്റെ കണക്ഷൻ കട്ട് ചെയ്തു. ഇപ്പൊ എനിക്ക് വെള്ളം കിട്ടണില്ല. എന്റെ സുഹൃത്തെ, ഞങ്ങൾ അതിലും വലിയ പ്രശ്നത്തിലാ. നിങ്ങളുടെ ചന്ദ്രചൂടം വന്ന് പുതിയ കണക്ഷൻ ഇടുമ്പോൾ കാര്യങ്ങൾ സോൾവ് ആവും. ഏത് ചന്ദ്രചൂടൻ? ചന്ദ്രചൂടനൊക്കെ അവിടുന്ന് പോയി. ഇപ്പൊ ചന്ദ്രചൂടൊന്നും ഇല്ല വീട്ടില്. നിങ്ങൾ ദയവ് ചെയ്ത് വന്നിട്ട് ആ കണക്ഷൻ ഒന്ന് റീകണക്ട് ചെയ്തതാ. വെള്ളമില്ല സാറേ. അച്ഛൻ കുളിച്ചിട്ട് ദിവസങ്ങളോളായി. എനിക്കും കുളിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ 10 ദിവസമായി വിളിച്ചിട്ട്. ഇപ്പൊ കുളിച്ചിട്ടൊക്കെ കുറെ ദിവസമായി, ഒരു മാസത്തിനൊക്കെ. ഇനിയിപ്പോ അതൊക്കെ ആയിട്ടാ ചോദിച്ചങ്ങോട്ട് പോയിക്കോ. വെറുതെ കൂലി നനൊക്കെ വലിയ ഇടങ്ങറാണ്. അല്ലെങ്കിൽ തന്നെ പൈപ്പിന് തുള്ളി വന്നു. അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത്. എന്താ അങ്ങനെ പറയണത്? നിങ്ങൾ പിന്നെ ഈ റീകണക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിസ്സാര പണിയാന്നാ വിചാരം. അപ്പൊ അതിന് വേണ്ടിട്ടല്ലേ നിങ്ങൾക്ക് ഞാൻ പൈസ എത്ര അത് വർത്താനം നിങ്ങൾ പറയരുത്. സമയാസമയത്തിന് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ ചെയ്തില്ല. ഇനിയിപ്പോ അതൊന്ന് റീകണക്ട് ചെയ്ത് തരാൻ ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. റീകണക്ട് ചെയ്ത് നിങ്ങൾ വേനൽക്കാലത്താണ് ഈ കാര്യം വന്ന് പറഞ്ഞത്. ആ സമയത്ത് പൈപ്പിൽ കൂടെ വെള്ളം പോയിരുന്നില്ല. ഇപ്പൊ വെള്ളം പോയി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് വിവരം മനസ്സിലാവുന്നത്. സകല കാലത്ത് പൊട്ടലും ചീറ്റിലാണ്. അപ്പൊ അത് നേരാക്കണതിന്റെ ഇടയിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് റീകണക്ട് ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോ എന്നാ ശരിയാവുക? ഇത് ശരിയാവുമ്പോ ശരിയാവും. അതുവരെ വല്ല പോയാലും പോയി കുളിക്കാം. അപ്പൊ അതിന് കണക്കൊന്നുമില്ലേ? അത് ചിലപ്പോ 6 മാസം എടുക്കും, ചിലപ്പോ 1 വർഷം എടുക്കുന്നില്ല. ചേട്ടാ അതിന് വഴി ഞാൻ പറഞ്ഞുതരാം. ചങ്ങാതി 100 ഉറുപ്പിക നിനക്ക് ഞാൻ തരാം. അതല്ല ചേട്ടാ, പിന്നെന്ത് വഴി? ഇനി ഇവർക്ക് കൈക്കൂലി കൊടുക്കാനാണെങ്കിൽ എന്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ തരില്ല. കൊടുക്കണ്ട. എന്റെ അളിയനെ ഒരു കുഴൽക്കിണർ ഏജന്റാ. അളിയനോട് പറഞ്ഞു വീട്ടിലൊരു കുഴൽക്കിണർ കുഴിച്ചാ പോലെ പ്രശ്നം തീർന്നില്ലേ? കുഴൽ കിണർ കുഴിക്കാനോ? അതെ. അതിന് എത്ര ഉറുപ്പിക വരും? 75,000. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല അവന്റെ അളിയൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, പഴമക്കാരുടെ ഒരു ചൊല്ലുണ്ട്, നനഞ്ഞേടാൻ കുഴിക്കാന്ന്. ഇത്ര കാലം എന്നെ കുഴിച്ച് നിങ്ങൾക്ക് മതിയായില്ലേ? ഇനി കുഴൽ കിണറൂടെ കുഴിപ്പിക്കണം? ഓ, ഇതിലും ഭേദം ആ ചന്ദ്രചൂടൻ വെള്ളം കട്ടി കുടിക്കുന്നതിന്റെ ആയിരുന്നു. ന്യായം മായം